എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്നേഹത്തിൻ്റെ പങ്കിടലിന് എത്രയോ പരിമിതികളാണ് ഉള്ളത്. എത്ര സ്വാർത്ഥതയാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ എത്ര സ്വാർത്ഥരാണ് ഈ കാര്യത്തിൽ. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവർക്കും പങ്കിട്ട സ്നേഹമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ദൗത്യത്തെക്കുറിച്ച് സ്വയം സൂചിപ്പിക്കുന്നുണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ, എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ. അതുകൊണ്ട് അവൻ വിളിച്ചത് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്തിയ ദൈവസ്നേഹമാണ്. ഒരു അതിർവരമ്പുകളുമില്ലാത്ത, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളില്ലാത്ത, ധനാഢ്യരെന്നോ സാധുക്കളെന്നോ. ക്രിസ്തു ധനാഢ്യരുമായി നല്ല ബന്ധമായിരുന്നു. അവരെ ദാനശീലരാക്കുവാൻ ക്രിസ്തു ഇടപെട്ടിട്ടുണ്ട്. എത്ര നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് തിരുവനന്തപുരത്ത് പഠിച്ചാൽ നമുക്കറിയാം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് പറയുക, പെസഹ ഒരുക്കുവാൻ, അത്താഴം ഒരുക്കുവാൻ ചെന്നിട്ട്